നമ്മൾ 23-ാം തീയതി മുതൽ, ഈ മാസം 23-ാം തീയതി മുതൽ മുൻപ് പ്രഖ്യാപിച്ചിരുന്നത് പോലെ മലയാള സിനിമ റിലീസ് ചെയ്യാതെ ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ മറ്റുള്ള, അതായത് പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ വിഭാഗങ്ങൾക്ക് നമ്മളോടുള്ള സമീപനത്തിലുള്ള പ്രതിഷേധം അറിയിക്കാനായിട്ട് 23-ാം തീയതി മുതൽ മലയാള സിനിമ സ്ക്രീൻ ചെയ്യേണ്ടെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. കാര്യം നമ്മൾ അതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത്, കാര്യം ഒന്ന് ഇന്നൊരു പ്രസ് മീറ്റ് വയ്ക്കാൻ തന്നെ ഒരു പ്രധാന കാരണം, ഈ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ കുറച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കാനാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാര്യം ഒന്ന്, നമ്മുടെ OTT റിലീസ്, തിയേറ്ററിക്കൽ റിലീസിന് ശേഷം 42 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെ ചാനലിലോട്ട് ചിത്രം കൊടുക്കാവൂ എന്നുള്ള ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം തുടർച്ചയായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ തീരുമാനത്തിൻ്റെ പ്രധാന കാരണം സത്യത്തിൽ അതല്ല. എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത് OTTയിൽ സംബന്ധിച്ചുള്ള തർക്ക വിഷയങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധത്തിന്, ഫിയോക്കിൻ്റെ പ്രതിഷേധത്തിന് കാരണമെന്നാണ്. അതല്ല കാരണം. കാര്യം ഇന്നത്തെ ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു തിയേറ്റർ വെച്ചാൽ പോലും, ഇല്ലേ ഒരു തിയേറ്റർ പുതുക്കി പണിഞ്ഞാൽ പോലും നമുക്കിഷ്ടമുള്ള പ്രൊജക്ടർ അവിടെ വയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാര്യം ഈ പ്രൊജക്ടർ ആക്ച്വലി നമ്മുടെ ഇന്നത്തെ ഈ സിനിമ ഡിജിറ്റലിലേക്ക് പോയ ആ ഒരു സാഹചര്യത്തെ പറ്റി മനസ്സിലാക്കണം. സിനിമ ഡിജിറ്റലിലേക്ക് പോവുകയും സിനിമ പ്രദർശനം ഇല്ലെങ്കിൽ ഈ പ്രൊജക്ടർ വളരെ എക്സ്പെൻസീവായി മാറുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്. പണ്ട് 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു പ്രൊജക്ടർ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് 50 ലക്ഷം രൂപ മുതൽ മുകളിലോട്ടാണ് ഓരോ പ്രൊജക്ടറിൻ്റെയും വില. അത് കെയുടെ വ്യത്യാസം അനുസരിച്ച്, 2K 4K വ്യത്യാസം അനുസരിച്ച് പ്രൊജക്ടറുടെ വില ക്രമാതീതമായിട്ടാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസറും എക്സിബിറ്ററുമായിട്ടുള്ള ഒരു ധാരണ, അതൊരു അന്താരാഷ്ട്ര ധാരണയാണ്. കേരളത്തിലോ ഭാരതത്തിലോ ഉണ്ടായതല്ല, ഒരു അന്താരാഷ്ട്ര ധാരണ, ഹോളിവുഡിൽ നിന്ന് തുടങ്ങിയ ഒരു ധാരണയാണ് VPF, അതായത് വെർച്വൽ പ്രിൻ്റ് ഫ്രൈറ്റ്. പണ്ട് നമുക്ക് പ്രൊഡ്യൂസർ അവരുടെ സിനിമ പെട്ടിയിലാക്കി തിയേറ്ററിൽ കൊണ്ട് തന്നുകൊണ്ടിരുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അത് മാറി കണ്ടൻറ്റ് മാസ്റ്ററിങ് ചെയ്ത് അത് തിയേറ്ററിലെത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഡിജിറ്റൽ കണ്ടൻറ്റ് മാസ്റ്റർ ചെയ്ത് തിയേറ്ററിലെത്തിക്കുന്ന ഒരു ധാരണയാണ്. അതോടുകൂടി ഫിലിം പെട്ടിയുടെ ചിലവ് പ്രൊഡ്യൂസർക്ക് കുറഞ്ഞു വന്നു. പണ്ട് ഏകദേശം മിനിമം ഒരു 40,000 രൂപ വരെ ഒരു പ്രിൻറ്റിന് ചിലവായിരുന്ന സ്ഥാനത്ത് പ്രൊഡ്യൂസർക്ക് ഏകദേശം 10,000 രൂപയോ ഇല്ലെങ്കിൽ അതിന് അടുത്തുള്ളൊരു എമൗണ്ടോ ആയി അതിൻ്റെ ചാർജ്. പകരം സിനിമ തിയേറ്ററുകൾക്ക് 2 ലക്ഷം രൂപ പ്രൊജക്ടറിന് കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് 50 ലക്ഷം രൂപയോ അതിന് മുകളിലോട്ടോ ആയി ചാർജ്. ഇപ്പോൾ ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള പ്രൊജക്ടർ വരെ ഉണ്ട്. അപ്പോൾ അത് മേടിച്ച് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു സിനിമാ തിയേറ്ററുകാരന് ഒരു താങ്ങാവുന്നതിലും അപ്പുറമായ ഒരു ഭാരമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഇറങ്ങിയത്. അവർ ചെയ്യുന്നത് ഈ പ്രൊജക്ടർ എടുക്കുക, അത് എല്ലാം വളരെ അന്താരാഷ്ട്ര കമ്പനികളാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. പ്രൊജക്ടർ മേടിച്ച് തിയേറ്ററിൽ വാടകയ്ക്ക് കൊടുത്ത് അവരിൽ നിന്നൊരു വാടക ഈടാക്കുന്ന സമ്പ്രദായമാണ് ഇന്ന് നിലവിലുള്ളത്. കേരളത്തിലെന്നുള്ളതല്ല, ഭാരതത്തിലെ ഏകദേശം 99.9% തിയേറ്ററുകളും ഈ വാടക പ്രൊജക്ടറിലാണ് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു സവിശേഷത, ഇന്ന് നിങ്ങൾക്കറിയാം, ഡിജിറ്റൽ യുഗത്തിൽ 5-6 വർഷം കഴിയുമ്പോൾ ഈ പ്രൊജക്ടർ വീണ്ടും ഔട്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ഔട്ട്ഡേറ്റഡ് ആയ സാധനം പിന്നെ അപ്ഡേറ്റഡ് ആക്കി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഭീമമായ ഒരു എമൗണ്ടാണ് വേണ്ടി വരുന്നത്. ഇത്രയും തിയേറ്ററുകാരനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനൊരു VPF ചാർജായിട്ട് പ്രൊജക്ടർ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് മേടിച്ച് പ്രൊജക്ടർ റെൻറ്റിന് നമ്മൾ വെച്ചേക്കുന്നത്. തിയേറ്ററിലെല്ലാം പ്രൊജക്ടർ ഇന്ന് റെൻറ്റിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സർവീസ് പ്രൊവൈഡറാണ് ഈ സാധനം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പേരിൽ ഒരു കണ്ടൻറ്റ് മാസ്റ്ററിങ് യൂണിറ്റ് തുടങ്ങുന്നത്. ആക്ച്വലി കണ്ടൻറ്റ് മാസ്റ്ററിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടൻറ്റ് കൊണ്ട് മാത്രം തിയേറ്ററിൽ സിനിമ കളിക്കാൻ പറ്റത്തില്ല. അതിന് അനുയോജ്യമായ പ്രൊജക്ടറും വേണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മുടെ പ്രൊജക്ടറിന് അനുയോജ്യമായ കണ്ടൻറ്റ് ആര് മാസ്റ്റർ ചെയ്തുകൊണ്ട് തരുന്നോ അവരുമായി ഒരു ദീർഘകാല കരാർ ഒപ്പിടുകയാണ് ചെയ്യുന്നത്. തുടർച്ചയായി ആ കണ്ടൻറ്റ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കാനായി പ്രൊഡ്യൂസർ അസോസിയേഷൻ കണ്ടൻറ്റ് മാസ്റ്ററിങ് തുടങ്ങി
ഈ കണ്ടന്റ് നിങ്ങൾ തിയേറ്ററിൽ കമ്പലായി ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അത് ഉപയോഗിച്ചേ ചിത്രം റിലീസ് ചെയ്യാവൂ എന്നുള്ള ഒരു നിയമം വന്നതിന് ശേഷം ഒരുപാട് തിയേറ്ററുകൾ ഇവിടെ പ്രതിസന്ധിയിലായി. ആ പ്രതിസന്ധിയിലെ കാര്യം നമുക്ക് തിയേറ്റർ ഓണറുടെ ആഗ്രഹപ്രകാരമോ ആ ദിവസം പ്രമാണിച്ചോ ഇന്ന ഒരു ചിത്രം പ്രമാണിച്ചോ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സംജാതമായി സ്ഥിതിഗതികൾ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണത്തിലോട്ടാണ് സത്യത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് സംഘടനാ ഭാരവാഹികളായ 6 പ്രൊഡ്യൂസറുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പ്രൈവറ്റ് കമ്പനി മാസ്റ്റർ ചെയ്യുന്ന കണ്ടന്റ് എല്ലാ തിയേറ്ററിലും ഉപയോഗിക്കണം എന്ന നിർബന്ധം വന്നതിന് ശേഷം അപ്പോഴതിനെന്ത് വേണം? നമ്മൾ പ്രൊജക്ടർ വിലയ്ക്ക് മേടിച്ചേ പറ്റൂ. കാര്യം ഈ സാധാരണ സർവീസ് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊജക്ടർ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത് വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അവർ കണ്ടന്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാളുടെ പ്രൊജക്ടറിൽ കൂടെ മാത്രമേ ഈ കണ്ടന്റ് നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് അവരുടെ അനുവാദം തരത്തില്ല. അതിൻ്റെ കൂടെ ചേർത്ത് വാടകയാണ് നമ്മുടെ ഇന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്ടർ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായി. അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ തിയേറ്ററുകാരനും ഇന്ന് ഒരു 50 ലക്ഷം രൂപയോ 1 കോടി രൂപയോ അതിൻ്റെ മുകളിലോ സ്പെൻഡ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ പുതിയ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു സിനിമാ തിയേറ്റർ പുതിയതായി കേരളത്തിൽ വരുന്ന സിനിമാ തിയേറ്ററുകൾ അവർ സ്വാഭാവികമായും ഈ കണ്ടന്റ് വെച്ചെങ്കിൽ മാത്രമേ തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം സംജാതമായി. അത് ഓക്കെ, ഞങ്ങൾ വിട്ടുകൊടുത്തു. അന്ന് ഞങ്ങൾ നിങ്ങളുള്ളൊരു കണ്ടീഷൻ, നിങ്ങൾ പുതിയ തിയേറ്ററുകാരെ നിങ്ങളുടെ കണ്ടന്റുമായി സമീപിച്ചു. പക്ഷേ എക്സിസ്റ്റിംഗ് തിയേറ്ററുകാർ, നിലവിലുള്ള തിയേറ്ററുകാരെ ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അന്താരാഷ്ട്ര ഭീമന്മാരോട് മത്സരിക്കാനായി ഒരു തിയേറ്ററിൻ്റെ സീറ്റുകളുടെ കളറൊന്ന് മാറ്റുമോ, തിയേറ്റർ പെയിൻ്റ് അടിക്കുമോ, ഇല്ലെങ്കിൽ ഒരു വലിയ സ്ക്രീൻ അത് ഡിവൈഡ് ചെയ്ത് 1ഓ 2ഓ ആക്കുകയോ ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ പറയുന്ന 50 ലക്ഷത്തിലോ അതിൽ കൂടുതലോ വിലയുള്ള പ്രൊജക്ടർ മേടിച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെ ഉപദ്രവിക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. ഏകദേശം കുറച്ച് നാളായി അങ്ങനെ തന്നെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ ഡിവൈഡ് ചെയ്യുന്ന തിയേറ്ററുകളെ കയറി പിടിക്കാൻ തുടങ്ങി. നവീകരണത്തിനായി അടച്ചിരുന്ന തിയേറ്ററുകളും ഈ പ്രൊജക്ടർ മേടിച്ച് വെച്ചേ ഞങ്ങൾ പടം തരൂ എന്നുള്ളൊരു നിബന്ധനയുള്ള ബാധകമാണ്. അതിനുശേഷം കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 4ഓളം പുതിയ തിയേറ്ററുകൾ റിന്യൂവേറ്റ് ചെയ്ത തിയേറ്ററുകൾ തുറക്കാൻ പറ്റാത്ത പ്രദർശന സജ്ജമായ തിയേറ്ററുകൾ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ സമ്മതിക്കാതെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ഭയക്കുന്നത് ഇനി ഓരോ തിയേറ്ററിലേക്ക് ഇവരുടെ കടന്നുകയറ്റം ഉണ്ടാകും. അപ്പം നാളെ ഇവിടെ ഞാൻ ഫ്രീ ആയിട്ട് ഇവിടുത്തെ സിംഗിൾ തിയേറ്ററുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായേക്കാം. ഈ ഒരു പരിസ്ഥിതിക്ക്, ഈ ഒരു പരിണാമത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഇവിടുത്തെ സിംഗിൾ തിയേറ്ററുകൾക്ക്, ഇവിടുത്തെ സിനിമ ഇൻഡസ്ട്രിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ 23-ാം തീയതി മുതൽ മലയാള സിനിമകൾ ഇനി പ്രദർശിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. മറ്റ് ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തും ഒരു ലാംഗ്വേജിലും ഇങ്ങനൊരു നിബന്ധന ഇവിടെ ഇല്ല. സിനിമാ തിയേറ്റർ ഉണ്ടാക്കുന്നവൻ്റെ അവകാശമാണ് അവിടെ ഏത് പ്രൊജക്റ്റ് വെക്കണമെന്നുള്ളത്. ആ അവകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സിനിമാ തിയേറ്ററിനോട് നിലനിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഹോട്ടൽ അസോസിയേഷൻ്റെ ബിൽഡിങ്ങിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇതിൻ്റെ ഭാരവാഹികൾ ഒരു ഹോട്ടൽ തുടങ്ങിയെന്നും പറഞ്ഞ് ഈ നാട്ടിലിറങ്ങുന്ന എല്ലാവരും ബിരിയാണി അവിടുന്ന് കഴിക്കണം എന്നുള്ള നിബന്ധന ഉണ്ടാക്കിയുള്ള സ്ഥിതി എന്താ? അതേ അവസ്ഥയിലാണ് കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന സിംഗിൾ തിയേറ്ററുകളുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ഇതിനി അനുവദിക്കാൻ പാടില്ല. സത്യത്തിൽ ഇതാണ് ഞങ്ങളുടെ പ്രധാന ഡിമാൻഡ്. സർവൈവ് ചെയ്യുക, നിലനിൽക്കാൻ അനുവദിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഇതിന് ശേഷമേ വരുന്നുള്ളൂ ഒ ടി ടി നിങ്ങൾക്കറിയാം 42 ദിവസം എന്നുള്ളത് ഒരു മിനിമമായ ഡിമാൻഡാണ്. ഈ 42 ദിവസം എന്നുള്ള കരാറ് ചേംബറിൽ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ നിർമ്മാണ വിതരണ കമ്പനികൾ ഇല്ലെങ്കിൽ നിർമ്മാണ ഭീമന്മാർ അവരെന്താ ചെയ്യുന്നത്? അവർക്ക് ഇഷ്ടമുള്ള 28 ദിവസവും 29-ാമത്തെ ദിവസം പടം OTT-യിൽ കൊടുക്കുകയും 20-ാമത്തെ ദിവസം മുതലോ 15-ാം ദിവസം മുതലോ അതിൻ്റെ പരസ്യം TV-യിൽ വന്ന് തുടങ്ങുകയും ചെയ്യും. ഏകദേശം ആ പരസ്യം ഇന്ന തീയതി മുതൽ ഇന്ന ചിത്രം OTT-യിൽ വരുന്നു, വേറെ ചാനലിൽ വരുന്നു എന്ന് കണ്ടാൽ ആരെങ്കിലും എൻ്റെ തിയേറ്ററിൽ പോയി സിനിമ കാണും. അന്ന് മുതൽ വീണ്ടും തിയേറ്ററുകൾ കാലിയാവുകയാണ് ചെയ്തത്.
കാര്യം ചിത്രമില്ലാതെ ആർക്കും ഒരു ചുവരും ഇല്ലാതെ ആർക്കും ചിത്രം എഴുതാൻ പറ്റത്തില്ല. സിനിമാ തിയേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ സിനിമയുടെ അവസ്ഥ എന്താ? സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു മാധ്യമമാണ്, അതിനനുവദിക്കണം മിനിമം. അതായത് ഈ സംഭവ വികാസങ്ങളൊക്കെ കൊണ്ട് ഇവിടെ നേട്ടങ്ങളുണ്ടാവുന്ന, ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്ന താരങ്ങളുടെ സപ്പോർട്ടോടുകൂടി മുൻപന്തിയിൽ നിൽക്കുന്ന 3-4 പ്രൊഡ്യൂസർക്ക് മാത്രമാണ് പരമ്പരാഗതമായി സിനിമ എടുക്കുന്ന, ഇല്ലേ സിനിമ എടുത്ത് നശിച്ച് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഈ OTT എന്നുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളതായിട്ട് നിങ്ങൾക്കറിയാം. ഇന്നും OTT-ക്കാർ കണ്ണു കുടച്ച് ചിത്രം എടുക്കുന്നത് ഈ താര സപ്പോർട്ടോടുകൂടി വരുന്ന നിർമ്മാതാക്കളുടെ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത 250ഓളം ചിത്രങ്ങളിൽ ഏകദേശം 210 ചിത്രങ്ങൾ OTT ഇതുവരെ കരാറായിട്ടില്ല. അതെല്ലാം പാവപ്പെട്ട നിർമ്മാതാക്കളുടെ പടങ്ങളാണ്. അതൊന്നും ആർക്കും വിറ്റുകൊടുക്കണമെന്ന് നിർബന്ധമില്ല. അത് ആ ഒരു വിഷയം. 2, ഇവിടെ ഇന്ന് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇവിടെയൊക്കെ നിങ്ങൾ ആരെങ്കിലും സിനിമ പോസ്റ്റർ ഏതാണെന്ന് നോക്കി പടത്തിന് പറഞ്ഞു. പണ്ട് കാലത്തൊരു തിയേറ്ററിൽ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നമ്മൾ 1000-2000 ഷീറ്റ് പോസ്റ്റർ എടുത്ത് ഒട്ടിച്ച് നാട്ടുകാരെ മൊത്തം അറിയിച്ച് അവരാ പോസ്റ്റർ നോക്കി സിനിമയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് അതല്ല. ഇന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ നിവർത്തിയില്ല. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാണിംഗ് നോട്ടീസും അവരുടെ പെനാൽറ്റിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകാർ. പോസ്റ്റർ ഒട്ടിക്കാൻ സ്ഥലമില്ല, പക്ഷേ അവർക്ക് പബ്ലിസിറ്റി കോൺട്രിബ്യൂഷൻ വേണം. പോസ്റ്ററും ഇല്ല, പോസ്റ്റർ ഒട്ടിക്കാനുള്ള മാർഗവും ഇല്ല, പക്ഷേ നിങ്ങൾ പബ്ലിസിറ്റി കോൺട്രിബ്യൂഷൻ തരണം. ഏതർത്ഥത്തിൽ? അത് നിർത്തലാക്കണം. റെപ്രസെൻറ്റേറ്റീവ്, പണ്ട് ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിലിം പെട്ടിയും ചുമന്ന് അവൻ്റെ കമ്പനിയിൽ നിന്ന് ഫിലിം പെട്ടിയും ചുമന്ന് ഏതെങ്കിലും ബസ് കയറി ഏതെങ്കിലും കുഗ്രാമത്തിൽ കൊണ്ടു ചെന്ന് ആ തിയേറ്ററിൽ പ്രദർശനം തുടങ്ങി അത് അവസാനിപ്പിക്കുന്നവരും വരെ ആ തിയേറ്ററിൽ സ്റ്റേ ചെയ്ത് ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് എഴുതി പോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഷെയറും മേടിച്ചുകൊണ്ട് പോകുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ്. അതിനാണ് അന്ന് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ആ ജോലിയേ ഇല്ല റെപ്രസെൻറ്റേറ്റീവിന്. കണ്ടന്റ് വരുന്നു, ലോഡ് ചെയ്യുന്നു, ആരും പോസ്റ്റ് ഒട്ടിക്കുന്നില്ല, ഇതിൻ്റെ പുറകെ പോണ്ട. എപ്പോഴോ നിന്ന് ടെലിഫോൺ ചെയ്ത് ഗ്രോസ് ചോദിക്കുന്ന റെപ്രസെൻറ്റേറ്റീവിന് തിയേറ്ററുകാരൻ ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമം. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട റെപ്രസെൻറ്റേറ്റീവ് ജോലി തിയേറ്ററുകാർ ഫ്രോഡ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, അതിന് തിയേറ്ററുകാരൻ തന്നെ ശമ്പളവും കൊടുക്കുക. ഇത് അവസാനിപ്പിക്കുക. റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇനി കൊടുക്കാൻ സാധിക്കത്തില്ല. പബ്ലിസിറ്റി കോൺട്രിബ്യൂഷൻ ഇനി കൊടുക്കാൻ സാധിക്കത്തില്ല. OTT റിലീസ് 42 ദിവസം എന്നുള്ളത് കർശനമായിട്ടും പാലിക്കപ്പെടണം. എക്സിസ്റ്റിംഗ് തിയേറ്ററുകളെ ഇന്ന പ്രൊജക്ടർ വെക്കണം എന്നാലേ നിങ്ങൾക്ക് സിനിമ പ്രദർശിക്കാവൂ എന്ന നിബന്ധന പൂർണ്ണമായി ഒഴിവാക്കി അവരെ ജീവിക്കാൻ അനുവദിക്കണം. ഇത്രയാണ് പ്രധാനപ്പെട്ട ഡിമാൻഡ്. അത് വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിനെല്ലാം കൂടെ ഈ കാര്യങ്ങൾക്ക് ഒരു ധാരണയാവാതെ മലയാള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതൊരു ചർച്ചയിലേക്ക് വീണ്ടും ഒരു ചർച്ചയുണ്ടോ? ചർച്ചയ്ക്ക് നമ്മൾ എപ്പോഴും തയ്യാറാണ്. ആരാണ് ഇപ്പം നിർമ്മാതാക്കളാണോ? അല്ല, ഞങ്ങൾ ഈ നിർമ്മാതാക്കളോ വിതരണക്കാരോ ഇതിൻ്റെ ഇടനിലക്കാരോ ഇല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന മറ്റു മധ്യവർത്തികളോ ആര് ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഇപ്പം കഴിഞ്ഞ തവണ ഈ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് വരെ ഞങ്ങൾ ടെലിഫോൺ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പലരും വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴതല്ല, ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവരെ ഈ അസോസിയേഷൻ്റെ പേരിൽ ഈ പ്രൈവറ്റ് കമ്പനി നടത്തുന്ന 5-6 പേർക്ക് അവരുടെ ഭദ്രതയ്ക്ക് വേണ്ടി സമരത്തിലേക്ക് പോകണം. കാര്യം അവർക്ക് ഈ ഡിമാൻഡ് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. പുതിയ തിയേറ്റർ എന്നുള്ളതല്ല, കേരളത്തിലെ സർവ്വ തിയേറ്ററുകളുടെ അവരുടെ പരിധിയിൽപ്പെടുത്തണം. അതാണ് ഉദ്ദേശം. ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. നമ്മുടെ ഈ ന്യായമായ ഡിമാൻഡ്, ഈ പറഞ്ഞ ഡിമാൻഡുകൾ ഒരിക്കലും ന്യായമല്ല എന്ന് ആരും പറയത്തില്ല. ഇത് ഞങ്ങളുടെ സർവൈവലിൻ്റെ പ്രശ്നം, ഓരോ തിയേറ്ററുകളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം. അതിലൊരു ധാരണയായ പിന്നെ സമരം എന്ന് പറയുന്ന പ്രശ്നം അല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം പുതിയ തിയേറ്ററിൽ വരുമ്പോഴാണ് ഈ പ്രൊജക്ട് വേണമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്നത്. നിലവിലിപ്പം നിങ്ങളുടെ സംഘടനയിൽ തന്നെയുള്ള വയനാട് ഏരിയ എന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തിയേറ്ററുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രശ്നം ഉടലെടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രം തിയേറ്റർ കാര്യം ഇതിപ്പം ഏകദേശം ഒരു മാസത്തിന് മുമ്പ് തന്നെ പയ്യന്നൂർ 4 തിയേറ്റർ കിടപ്പുണ്ട്. അത് ഓപ്പണിംഗ് റെഡിയാണ്. പക്ഷേ ഇവർ കൊടുക്കുന്നില്ല, പണം കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രൊജക്ടറും ഉണ്ട്. പക്ഷേ
ഒരു സിനിമ കൊടുക്കുന്നില്ല. അവർ പറഞ്ഞത് നീ പ്രൊജക്ടർ മേടിച്ച് വെക്കാനാണ് പറയുന്നത്. 4 തിയേറ്ററും കൂടെ പ്രൊജക്ടർ മേടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 കോടി രൂപയ്ക്ക് മേളിലാവും. വെറുതെ ബാങ്ക് ലോണും എടുത്ത് തിയേറ്ററും കംപ്ലീറ്റ് ചെയ്തിട്ട് ഓപ്പണിങ്ങിൻ്റെ തലേ ദിവസം നീ പ്രൊജക്ടർ മേടിച്ച് പോയെന്ന് പറഞ്ഞാൽ പറ്റുമോ? അതുവരെ അവർ അനങ്ങത്തില്ല. കാര്യം പടവും ഫിക്സ് ചെയ്ത് തിയേറ്ററും ഓപ്പണിങ്ങിന് തയ്യാറായി എല്ലാം റെഡിയായി നിൽക്കുമ്പോഴായിരിക്കും 2 ദിവസം മുമ്പ് വിളിച്ച് പറയുന്നത് പടമില്ല, നീ ഇല്ലേ വേണേൽ പ്രൊജക്ടർ മേടിച്ച് വെക്കുക. പയ്യന്നൂർ തിയേറ്റർ ഓപ്പണിങ്ങിന് തയ്യാറായി കിടക്കുകയാണ്. പാരിപ്പള്ളിയിൽ നിലവിലുള്ള തിയേറ്ററുകളിൽ പണം കൊടുക്കാൻ തയ്യാറാവുന്നില്ല, VPF വേണമെന്ന് പറഞ്ഞു. കൽപ്പറ്റയിൽ ഇപ്പം പിന്നെ തിയേറ്ററുകൾ ഓപ്പൺ, പിന്നെ 2 തിയേറ്റർ ഉണ്ടായിരുന്ന സ്ക്രീന് ഇപ്പം തിയേറ്റർ 3 സ്ക്രീനാക്കിയപ്പോൾ അവർക്ക് പടവും ഇല്ല, VP ഇല്ലെങ്കിൽ VPF ചാർജും കൊടുക്കണം. അതും അടഞ്ഞു കിടക്കുക ഒരു സ്ക്രീൻ. അപ്പോൾ ഇനി ഏകദേശം 8-10 തിയേറ്ററുകൾ നവീകരണം തുടങ്ങാനുള്ള സാധ്യതയുള്ള തിയേറ്ററുകളാണ്. കാര്യം കളക്ഷനിൽ വളരെ മോശം, ഒരു കാരണവശാലും സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ പരിസരത്ത് മൊത്തം മൾട്ടിപ്ലക്സുകളുണ്ട്. അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വലിയ സ്ക്രീനുകളൊക്കെ ചെറുതാക്കി തിയേറ്റർ നവീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ അഷുറൻസ് വേണം. പിന്നെ ഈ പറയുന്ന നിബന്ധനകളൊന്നും ഇവിടുത്തെ പിന്നെ മൾട്ടിപ്ലക്സുകൾക്കില്ല. PVRന് അവർക്ക് ഇഷ്ടമുള്ള പ്രൊജക്ടർ മേടിച്ച് വെക്കാം. അവർക്ക് പബ്ലിസിറ്റി കോൺട്രിബ്യൂഷനേ ഇല്ല. അവിടെ റെപ്രസെൻറ്റേറ്റീവ് പരിസരത്ത് പോലും പോകാൻ പറ്റത്തില്ല. ടേംസിൽ നമുക്ക് കിട്ടുന്നതിനേക്കാളും 10% കുറവ്. ഇത്രയൊക്കെ അവർക്ക് കൊടുക്കാം. ഇവിടുത്തെ പാവപ്പെട്ടവന് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഈ ബിസിനസ് കൊണ്ട് നടക്കുന്ന സിംഗിൾ തിയേറ്ററുകാരന് പരമാവധി അടിച്ചേൽപ്പിക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകുക. അത് അനുവദനീയമല്ല. ഈ UFOയുടെ ഒക്കെ ചാർജ് ഉണ്ടോ? 12,000 രൂപ മറ്റാണ് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ചാർജ് വരുന്നത്. 10,000 രൂപ. അപ്പം നിർമ്മാതാക്കളാണ് ചാർജ് കൊടുക്കേണ്ടത്. അപ്പം അവരുടെ കണ്ടന്റ് വരുമ്പോൾ അത് അൺലിമിറ്റഡ് 5,000 രൂപയാണ്. അപ്പം നിർമ്മാതാക്കളെ സംബന്ധിച്ച് അതല്ല ലാഭം ആണ്. അപ്പോൾ അതിന് പകരം 5,000 രൂപ ലാഭിക്കാൻ വേണ്ടി എക്സിബിറ്ററെ പറയുന്നത് എന്തോ, നീ 1 കോടി രൂപയുടെ പ്രൊജക്ടർ മേടിച്ചു വെക്കാൻ. അവരുടെ പ്രൊജക്ടർ മേടിക്കണമെന്നും അങ്ങനെ ഒരു ഡിമാൻഡ് അവർ പറയുന്ന പ്രൊജക്ടറെ വാങ്ങാവൂ എന്ന് ഡിമാൻഡ് അവർ വെക്കുന്നുണ്ട്. കാര്യം പല തിയേറ്ററിലും ഈ പ്രൈസ് കുറഞ്ഞ 1K പ്രൊജക്ടർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കൽപ്പറ്റയിൽ 1K പ്രൊജക്ടർ ഉണ്ട്. അതിൽ കണ്ടന്റ് കൊടുക്കാൻ പറയുന്നു. പറഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിൽ 2Kയോ അതിൻ്റെ മുകളിലോട്ടുള്ള കണ്ടന്റേ ഉള്ളൂ. കാര്യം ഇവരുടെ കണ്ടന്റിനനുസരിച്ച് പ്രൊജക്ടർ ഉണ്ടായിക്കോളും. പ്രൊജക്ടറിനനുസരിച്ചുള്ള കണ്ടന്റ് അല്ല ഇവരുടെ കയ്യിലുള്ളത്. കണ്ടന്റിനനുസരിച്ച് തിയേറ്ററിന് പ്രൊജക്ടർ മേടിച്ച് വെക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ന്യായമായ ചോദ്യം, ഏതെങ്കിലും നമ്മളെങ്ങനെയാണ് ഒരു സാധനം ഉപയോഗിക്കുന്നത്? ആ സാധനത്തിൻ്റെ ഉപയോഗം കൊള്ളാം എന്ന് കണ്ടിട്ടല്ലേ ആ സാധനം മേടിച്ച് ഉപയോഗിക്കുന്നത്? അതോ ഭീഷണിപ്പെടുത്തിയാണോ എല്ലാവരെയും ഉപയോഗിക്കുന്നത്? ഭീഷണിയുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ കമ്പനി, ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ കണ്ടന്റ് യൂസ് ചെയ്യുന്ന 65 സ്ക്രീനുകളും ഭീഷണിയുടെ പുറത്ത് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി മാത്രമാണ് അവരെ ഈ സാധനത്തിലൂടെ കടത്തിവിട്ടത്. കോഴിക്കോട് ഒരു മാള് ഓപ്പൺ ചെയ്യാൻ തയ്യാറായിട്ട് 3 മാസമായി. ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കാര്യം നിങ്ങൾ ഞങ്ങളുടെ കണ്ടന്റ് എടുക്കത്തക്ക രീതിയിലുള്ള പ്രൊജക്ടർ മേടിച്ച് വെച്ചിട്ട് ഓപ്പൺ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അവർക്ക് എന്നാലേ ഫിലിം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പ്രൊജക്ടർ എടുത്ത് വെച്ചിരിക്കുന്ന, ഇല്ലെങ്കിൽ ഈ കണ്ടന്റ് യൂസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് വരും ലെറ്റർ തരാൻ തയ്യാറാണ്. അവരെ ഭീഷണിയുടെ പുറത്താണ് ഈ സാധനം ഉപയോഗിപ്പിച്ചത്. അല്ല, പുതിയ സിനിമകൾ 22-ാം തീയതി വരെ റിലീസ് ചെയ്യുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ഇനി മഞ്ഞുമൽ ബോയ്സ് മാത്രമേ ഉള്ളൂ. അത് 23-ലേക്ക് വല്ലതും മാറുവാണെങ്കിൽ നിങ്ങൾ റിലീസ് ചെയ്തോ സമരത്തിലേക്ക് പോവോ? അത് അങ്ങനെ വല്ല മാറ്റം സംഭവിച്ച അറിയില്ല നമുക്ക്. അല്ല, അത് മാറ്റം സിനിമയല്ലേ, പല കാരണത്താൽ മാറാം. പക്ഷേ അത് ഞങ്ങൾ സൗബിൻ്റെ ഫാദറിനോടും അതിൻ്റെ വിതരണക്കാരോടും നമ്മൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാര്യം വെച്ചാൽ ഈ പടം കൂടെ ഞങ്ങൾ റിലീസ് ചെയ്യാം. അപ്പോൾ അത് 23 ആയാലും നിങ്ങൾ അത് കഴിഞ്ഞിട്ടേ സമരമുള്ളൂ? 23 ആയാലും 1-ാം തീയതി ആയാലും 5-ാം തീയതി ആയാലും ആ പടം റിലീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടേ സമരമുള്ളൂ? അത് കഴിഞ്ഞിട്ടേ സമരമുള്ള അല്ല, നേരത്തെ തീരുമാനിച്ച 22 എന്നുള്ളതല്ല. കാര്യം വെച്ചാൽ നമ്മുടെ പൊതുയോഗത്തിലും എൻ്റെ ഫ്രണ്ടും ആയ ഒരു മാധ്യമ പ്രവർത്തകനിലൂടെ മാത്രമാണ് 22 എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ മെമ്പേഴ്സിനോട് എല്ലാം കൊടുത്ത 23 എന്നാണ്. കാര്യം അത് അദ്ദേഹത്തിനോട് പറയാനൊരു കാര്യമുണ്ടാകും. അദ്ദേഹത്തെ മാത്രം വിളിച്ചു വരുത്തി പറയാനൊരു കാര്യമുണ്ടാകും. കാര്യം അദ്ദേഹവും ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സിയാദ് വോക്കറും ഞാനും അദ്ദേഹം തമ്മിൽ വളരെ അടുത്ത ബന്ധത്തിലാണ്. കാര്യം ഇദ്ദേഹം എൻ്റെയും വളരെ സുഹൃത്താണ്, സിയാദ് വോക്കറിൻ്റെ വളരെ അടുത്ത സുഹൃത്ത്. ഞാൻ പറയുന്ന കാര്യം അന്നേരം തന്നെ സിയാദ് വോക്കറിൻ്റെ എത്തിക്കുമെന്ന് എനിക്കറിയാം. വാർത്തയല്ല, പുറത്തു വരുമല്ലോ. പുറത്തു വരും. അപ്പോൾ എത്തിച്ച്
അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്? കാര്യം എൻ്റെ നീക്കത്തിനനുസരിച്ച് എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാൻ. നിങ്ങൾ വിജയകുമാർ എൻ്റെ അടുത്ത് പറഞ്ഞ 22-ാം തീയതി വ്യാഴാഴ്ച എന്ന് എടുത്തു പറഞ്ഞിരുന്നു. വ്യാഴാഴ്ച എന്ന് നിങ്ങൾ വൈകുന്നേരം കത്ത് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു ആ 22 എന്നുള്ള എനിക്ക് മറന്നുപോയതാണ്, ഞാൻ വെള്ളിയാഴ്ചയായിരുന്നു എൻ്റെ ഓർമ്മയെന്നാണ് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഞാൻ വിളിച്ചു വെച്ചപ്പോൾ. ഈ പറഞ്ഞ കാര്യം എൻ്റെ സെക്രട്ടറിക്ക് അല്ലാതെ വേറെ ഈ ഒറ്റ മെമ്പേഴ്സിനും അറിയത്തില്ല. കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ലീക്കായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. നമ്മളൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ യുദ്ധതന്ത്രങ്ങളാണ് വരുന്നത്. അതിന് നമ്മൾ പലരെയും കരുവാക്കിയെന്നിരിക്കും. അപ്പം നിങ്ങളെ മൊത്തം പേരെയും വിളിച്ചിട്ട് വിഡ്ഢികളാക്കുന്നതിനേക്കാളും നല്ലത് ഒരാളെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അത് തെറ്റി, വിഡ്ഢിയായതല്ല. നിങ്ങൾ ചെയ്ത സമരപ്രഖ്യാപനം 22 വ്യാഴാഴ്ച എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ അത് കൃത്യമായിട്ട് നൽകി. ഇപ്പം നിങ്ങൾ വീണ്ടും ഇരട്ടത്താപ്പ് പറഞ്ഞു. മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ 10-ാം തീയതി റിലീസ് ആണെങ്കിൽ നിങ്ങൾ അതുവരെ കാത്തിരിക്കും. അപ്പൊ നിങ്ങൾ ഇരട്ടത്താപ്പല്ലേ അത്? എന്ത് അല്ല, ഇരട്ടത്താപ്പാണ്. നിങ്ങൾ എഗ്രിമെന്റ് കാണിച്ചു തരൂ. നിങ്ങൾ മഞ്ഞുമേൽ ബോയ്സ് എന്നാണ് റിലീസ്, ആ എഗ്രിമെന്റ് കാണിച്ചു തരാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്ന ഞാൻ ചലഞ്ച് ചെയ്യുന്നു. മഞ്ഞുമേൽ ബോയ്സ് റിലീസ് വരെ അത് കഴിഞ്ഞിട്ട് സമരമുള്ളൂ. ആ റിലീസിന്റെ ഡേറ്റ് ഒന്ന് കാണിച്ചു തരൂ. നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഞാൻ. മഞ്ഞുമേൽ ബോയ്സിന്റെ എഗ്രിമെന്റ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ തിയേറ്ററിലും 22-ാം തീയതി ആ ഡേറ്റിന് എല്ലാവരും പടം സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് 23 ആണെങ്കിൽ നിങ്ങൾ സമരം ചെയ്യില്ല എന്നല്ല പറഞ്ഞു. അല്ല, ഒരു പടത്തിന്റെ ഡേറ്റ് 1-2 ദിവസം മാറിക്കഴിഞ്ഞാൽ ആ സൈൻ ചെയ്ത നിങ്ങൾ അനൗൺസ് ചെയ്ത ഡേറ്റിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കേരളത്തിലെ ഒരു തിയേറ്ററുകാരനും ഇവിടെ ഒരു പടവും കളിക്കാതിരുന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും പടം കളിക്കാതിരുന്നിട്ടുള്ള അല്ല, ഇത്തരം ഒരു സമരം വന്നിട്ടില്ല. ഇത്തരം ഒരു സമരം വന്നിട്ടില്ല. ഇത്തരം ഒരു സമരം വന്നിട്ടില്ല. ഇത്തരം ഒരു സമരം എന്ന് പറഞ്ഞാൽ എന്ത് സമരം? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ കണ്ടന്റുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു സമര പ്രഖ്യാപനം നടക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ സമരം തുടങ്ങണം. ആ ഡേറ്റ് തുടങ്ങാതെ ഒരു സിനിമയ്ക്ക് വേണ്ടി, ഞാൻ ആ സിനിമയെ കുറ്റം പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ സിനിമയാണ്, ആ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര കാലം വരെ, ചിലപ്പോൾ ഒരു മാസം വരെ മാറ്റിവെച്ചും നിങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും. അത് ഇരട്ടത്താപ്പ് നയമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് നിങ്ങൾ ചോദിച്ച മറുപടി പറഞ്ഞതാ. അത് ഇരട്ടത്താപ്പ് നയമാണ്. അല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ 23-ാം തീയതി തൊട്ട് സമരമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ഒന്ന് പറയട്ടെ. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പടത്തിന്റെ നിർമ്മാതാക്കളെ ഇല്ലെങ്കിൽ അതിന്റെ വിതരണക്കാരെ ഏത് രീതിയിലാണ് ഇപ്പം ഒരു ശത്രു നമ്മുടെ ഒരാളെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മോചനത്തിന് വേണ്ടി നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യും. അപ്പം അത് സാധാരണമാണ്. അതുപോലെ തന്നെ ഈ 22-ാം തീയതി നമ്മൾ സമരം 23-ാം തീയതി ആക്കിയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇൻ്റർവ്യൂ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നുണ്ടില്ലേ, ഇവർക്ക് എന്തുകൊണ്ട് 22-ാം തീയതി സമരം ചെയ്തുകൂടാ? ചേടാ, ഇത് ഞങ്ങൾ എന്തുകൊണ്ട് 22-ാം തീയതി സമരം ചെയ്തുകൂടാന്ന് അവരാണോ തീരുമാനിക്കുന്നത്? അതിൻ്റെ എത്തിക്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു പടം 22-ാം തീയതി റിലീസ് ചെയ്താൽ ആ പടമെങ്കിലും അങ്ങ് രക്ഷപ്പെടുമല്ലോ എന്നല്ല ആ പടത്തിൻ്റെ വിതരണക്കാരൻ ചിന്തിക്കുന്നത്. പകരം അതിനെ കൂടെ പിടിച്ച് മാട്ടത്തക്ക രീതിയിൽ എന്തുകൊണ്ട് അവർക്ക് ഒരു ദിവസം മുമ്പേ സമരം ചെയ്തുകൂടെന്നാണ് ചോദിക്കുന്നത്. ആ ആൻസറായിരുന്നു എനിക്ക് ആവശ്യം. കാര്യം അത് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ സാധനം ക്ലിപ്പ് ചെയ്ത് ഞാൻ സൗബിൻ്റെ ഫാദറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, സൗബിൻ ഷാദറിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ, നിങ്ങളെ സഹായിക്കാനെന്നും പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം ഇതാണ്. കാര്യം നിങ്ങളെ കൂടെ ഒക്കുവെക്കി മാറ്റുക എന്നുള്ളതാണ്. കാര്യം ഈ തലപ്പത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ആർക്കും തന്നെ ഇവിടെ സ്ഥിരമായിട്ട് പടം എടുക്കുന്നവരോ സ്ഥായിയായി ഇവിടെ നിലനിൽക്കുന്നവരെ സഹായിക്കണമെന്നുള്ള ഉദ്ദേശം അല്ല. ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും ട്രബിളിലാക്കണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. ഇവിടെ പടം എടുക്കുന്ന ഒരു പ്രൊഡ്യൂസേഴ്സിനും ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇവിടെ തലപ്പത്തിരിക്കുന്ന ആരെയും ഇഷ്ടമല്ല. ഇവർ ഏകദേശം 10-15 പ്രൊഡ്യൂസേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യം വെച്ചാൽ എൻ്റെ വിജയകുമാറെ നമുക്ക് പടം ഇറക്കുന്നതാണ് താല്പര്യം, യുവമാരെ കൊണ്ട് പൊറുതി മുട്ടിയെന്ന്. ഈ ഡിസ്ട്രിബ്യൂട്ടർ സംഘടനയെ കൊണ്ട് പൊറുതി മുട്ടി എത്ര പേരാ ഉള്ളത്? നിങ്ങൾ മാസത്തിലൊരിക്കൽ ഇദ്ദേഹത്തെ ഹീറോ മാതിരി ഇൻ്റർവ്യൂ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. എന്ത് ഹീറോയിസോ അദ്ദേഹത്തിനുള്ള 23 ക്രിമിനൽ കേസുള്ളതോ? ഇപ്പം ഇന്നലെയും പേപ്പറിനകത്ത് നിങ്ങൾ കണ്ടേയില്ലേ തട്ടിയിട്ട് കേസ്? എന്ത് ഹീറോയിസോ അദ്ദേഹത്തിനുള്ള? നിങ്ങൾ മാസത്തിലൊരിക്കൽ അദ്ദേഹത്തെ ഇരുത്തി മേക്കപ്പ് ഒക്കെ ഇട്ടിരുത്തി ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് കാണിക്കുന്നതാണ്. വേറെ ഒരു ചാനലിലും കാണാറില്ല, യൂട്യൂബ് ചാനലിൽ. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്ത് സവിശേഷതയുടെ പുറത്താണ്? അദ്ദേഹത്തിന് തട്ടിപ്പ് കേസിൽ പ്രതിയായതുകൊണ്ട് അതോ പറ്റിയ കേസിൽ പ്രതിയായതുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ തലപ്പത്ത് വയ്ക്കുമ്പോൾ താങ്കളും ചേംബറിൽ ഉണ്ടായിരുന്നല്ലേ? താങ്കൾ ചേംബറിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അന്നും സിയാദ് ബക്കർ ചേംബറിലുണ്ട്. എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല? ഇങ്ങനെ തട്ടിപ്പ് കേസിൽ പ്രതിയായ ആളെ എന്തൊരു ചേംബറിൽ വെക്കണം ചോദിച്ചോ താങ്കൾ? ഈ 2-3 വർഷത്തിന് ഇപ്പുറമാണ് ഈ സംഭവം. പിന്നെ ഈ സംഭവം അദ്ദേഹത്തെ ഞങ്ങളല്ല ഒന്നും ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു മെമ്പർക്ക്, ഒരു എക്സിക്യൂട്ടീവ് മെമ്പർക്ക് ഒരു കേസുണ്ടെന്നും പറഞ്ഞ് പ്രൊഡ്യൂസർ അസോസിയേഷൻ അദ്ദേഹത്തെ എടുത്ത് പുറത്ത് കളഞ്ഞു. കണ്ടല്ലോ? അതെ അതെ. അപ്പോൾ ഈ കേസുള്ളവരെ എല്ലാം പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം എവിടെ ആയിരിക്കും? പിന്നെ
ഇതൊന്നും നമ്മുടെ വിഷയമല്ല, ഇവിടുത്തെ വിഷയമല്ല, നമ്മുടെ വിഷയമല്ല. ഇപ്പൊ ഈ സമരം 23-ാം തീയതി തന്നെയാണോ അതോ ആ പടം റിലീസ് ചെയ്തിട്ടാണോ? അല്ല, നമ്മുടെ സമരം ഇപ്പോഴും 23-ാം തീയതി മുതൽ തന്നെ തീരുമാനിച്ചേ. 23-ാം തീയതി പൊതുവായിട്ട് ഇപ്പൊ ഈ വർഷം, കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് സിനിമകൾ വർഷം തുടക്കത്തിൽ തന്നെ പ്രേമലുവിന് ആളുണ്ട്, അതുപോലെ തന്നെ ശിഖണ്ഡപുരത്തിന് ആള് കയറുന്നുണ്ട്, ഇപ്പോൾ ഇറങ്ങിയ പ്രവേഗത്തിന് ആള് കയറുന്നുണ്ട്, തിയേറ്ററിലേക്ക് ആളുകൾ വരുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഈ ഇപ്പൊ ഒരു സമരം ഉണ്ടായാൽ അത് ഇത്തരത്തിൽ ഈ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ നെഗറ്റീവായല്ലേ ബാധിക്കുന്നത്? പ്രേക്ഷകർ ഒന്നാമത് തന്നെ തിയേറ്ററിലേക്ക് വീണ്ടും എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ അതിനൊരു അവസരം പോലും നൽകാതെ ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ മൊത്തത്തിൽ സിനിമാ വ്യവസായത്തെ കാര്യമായി തന്നെ ബാധിക്കില്ലേ? അല്ല, ഒന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇതൊരു സമരം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, ഒരിക്കലും ഇത് സമരം എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൽ കൊടുക്കരുത്. ഇത് സമരമല്ല. ഇത് നമ്മളോട് കാണിക്കുന്ന പ്രവൃത്തികൾക്ക് ഒരു പ്രതിഷേധം സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ സിനിമകൾ പ്രത്യേകിച്ചും കൊച്ചു സിനിമകൾ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ പ്രേമലു നല്ല കളക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രൊഡ്യൂസേഴ്സ് അല്ലേ ഈ സൈസ് പടങ്ങൾ വരാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് തിയേറ്ററിന് മേളിൽ 1-1.5 കോടി രൂപയുടെ ഒരു ബാധ്യത അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിക്കരുത്. കാര്യം ഓപ്പണിങ്ങിന് തയ്യാറായി കിടക്കുന്ന 3-4 തിയേറ്ററുകൾ ഓപ്പൺ ആകട്ടെ എന്നല്ലേ അവർ വിചാരിക്കേണ്ടത്. അതെ അതെ. അല്ല, ഫിലിം ചേംബർ 28-ാം തീയതി ഒരു സംയുക്ത മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ പങ്കെടുക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. നമുക്കറിയത്തില്ല, ഈ വിഷയം ചർച്ചയ്ക്ക് വന്നേക്കാം. ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് കഴിഞ്ഞ ഫിലിം ചേംബറിലെ മീറ്റിംഗിൽ ചർച്ച വന്നിരുന്നില്ലേ? ഇല്ലില്ല, കഴിഞ്ഞ ഫിലിം ചേംബറിൽ ഈ ഒരു വിഷയം സംജാതമായിരുന്നില്ല. ഇല്ല. അപ്പോൾ ഇത് വന്നതിന് ശേഷം ചേംബറിൽ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട് 28-ാം തീയതി ചിലപ്പോൾ ചർച്ച നടക്കും. അല്ല, 28-ാം തീയതി ചേംബർ പ്രസിഡന്റ് ചർച്ചയ്ക്ക് തീരുമാനിച്ചതായിട്ട് ലെറ്റർ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പങ്കെടുക്കുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഒരു സമരം പ്രഖ്യാപനം ശരിയായി എന്ന് തോന്നുന്നുണ്ടോ? ഈ വിഷയമായിട്ട് പിന്നെ ബന്ധപ്പെടുത്തി അല്ലല്ലോ ചേംബർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. കാര്യം 28-ാം തീയതി ഫിലിം ചേംബർ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ മറ്റു പലതുമാണ്. അല്ലാതെ ഈ VPF ചാർജോ ഡിജിറ്റൽ കണ്ടന്റോ സംബന്ധിച്ച വിഷയത്തിന്മേലല്ല 28-ാം തീയതി ചേംബർ ചർച്ചയ്ക്ക് വെച്ചത്. അത് OTTയെ സംബന്ധിച്ച്. ഇത് 23-ാം തീയതി ഇത്ര പെട്ടെന്ന് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ കാര്യം ഈ 4 തിയേറ്ററുകൾ ഇല്ലേ 2-3 തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. കണ്ടന്റ് കൊടുക്കത്തില്ല. പ്രൊജക്ടർ ഉണ്ട് അവിടെ, തിയേറ്ററിൽ പ്രൊജക്ടർ ഉണ്ട്, എന്നിട്ട് ഞങ്ങൾ കണ്ടന്റ് കൊടുക്കത്തില്ല, നീ റിലീസ് ചെയ്യണ്ട എന്ന ആ ഒരു ദൗർഷ്ട്യം, അതിൻ്റെ പേരിലാണ് ഇത് പിന്നെ പെട്ടെന്ന് തീരുമാനത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ച കാര്യം. ഒരു തിയേറ്റർ ഇനിയും 2 ആഴ്ച കൂടെ അടഞ്ഞു കിടക്കാൻ നമ്മൾ സമ്മതിക്കാൻ പറ്റത്തില്ല, ഒരു തിയേറ്റർ സംഘടന എന്നുള്ള രീതിയിൽ. ഈ അസോസിയേഷന്റെ 6 പേരാണല്ലോ ഈ കമ്പനി രൂപീകരിക്കപ്പെട്ടതെന്ന് പറയുന്നത്. ഈ 6 പേരിൽ ഒതുങ്ങി നിന്ന് ബാക്കിയുള്ളവരൊക്കെ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുവാണോ? അല്ല, ഇത് ഈ 6 പേരിൽ ഒതുങ്ങിയെന്ന് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ആദ്യം പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് വ്യക്തമാക്കുക. കാര്യം ഇത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ആണോ ഈ കമ്പനി, അതല്ല 6 പേരുടെ ആണോ ഈ കമ്പനി? ഇത് രണ്ടിലേതായാലും അവർക്ക് ഗുരുവാണ്. കാര്യം ഒരു അസോസിയേഷൻ്റെ പേരിലാണ് അവർ കമ്പനി നടത്തുന്നുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, അതവർ പറയട്ടെ. അതല്ല ഞങ്ങൾ 6 പേരാണ് ഈ കമ്പനി നടത്തുന്നുണ്ടെങ്കിൽ ഈ 6 ഞങ്ങളുടെ കമ്പനിയാണ്, അത് പറയട്ടെ. ഞങ്ങളുടെ അതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട്, വ്യക്തമായ കാര്യങ്ങളുണ്ട്. 6 പേരുടെ പേരിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 6 പേരാണ് ഈ കമ്പനിയുടെ നടത്തിപ്പുകാർ. ഇത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പേരിൽ എന്തിനു വലിച്ചിടുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഒരു സംഘടനയ്ക്ക് മാത്രമേ മറ്റൊരു മെമ്പേഴ്സിനെ ഭീഷണിപ്പെടുത്താൻ പറ്റൂ. അതിന് ഈ മെമ്പേഴ്സിനെ, ഞങ്ങളുടെ മെമ്പേഴ്സിനെ ഭീഷണിപ്പെടുത്താനാണ് ഈ സംഘടനയുടെ ബാനർ ഉപയോഗിക്കുന്നുള്ളതാണ് പിന്നെ നമുക്ക് വ്യക്തമായിരിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയുടെ ബാനറിൽ അസോസിയേറ്റ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങളുടെ വഴിക്ക് വിടുക. ഈ എക്സിസ്റ്റിംഗ് തിയേറ്ററുകാരെ അവരുടെ കയ്യിലുള്ള പ്രൊജക്ടർ ഉപയോഗിച്ച് പടം ഓടിക്കാനായിട്ട് അവസരം നൽകുക. ഈ തിയേറ്ററുകൾ 2, 3, 4 സ്ക്രീനൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 3, 4 സർവീസ് പ്രൊവൈഡർ അവിടെ കയറ്റാൻ പറ്റില്ല. കാര്യം ഇപ്പം ഒരു തിയേറ്റർ കോംപ്ലക്സിൽ 1, 2 സ്ക്രീൻ ഉണ്ടാക്കി കൂടുതലുണ്ടാക്കി അതിൽ അടുത്ത ഒരു സർവീസ് പ്രൊവൈഡർ കൂടെ കയറ്റാൻ പറ്റത്തില്ല. അതിൽ ഒരുപാട് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിന് എക്സിസ്റ്റിംഗ് തിയേറ്ററുകാരെ അവരെ ജീവിക്കാൻ വിടുക. അവരുടെ ഇഷ്ടമുള്ള പ്രൊജക്ടറും മേടിച്ച് വെച്ച് അവർ ഈ ഓടിച്ച് 10, 20 പേരെ വെച്ച് സിനിമ ഓടിച്ച് കഴിയുന്നു. അവരെ എന്തിനു ബുദ്ധിമുട്ടിക്കണം? കാര്യം മറ്റേ ബഹുരാഷ്ട്ര ഭീമന്മാരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവരെ വാതിക്കെ പോലും കയറ്റത്തില്ല, പഠിക്കകത്ത് പോലും കയറ്റത്തില്ല. അതുകൊണ്ട് അവരങ്ങോട്ട് പോകത്തുമില്ല. പിടിച്ച് വിരട്ടാൻ പറ്റുന്ന ഈ പാവങ്ങളെയല്ലേ ഉള്ളൂ. അത് പല രീതിയിലാണ്. കാര്യം ഇപ്പോൾ 1K പ്രൊജക്ടറിന് ഒരു വാടകയുണ്ട്, 2K പ്രൊജക്ടറിന് അതിൻ്റെ മേലെ ആയിരിക്കും വാടക. ഇപ്പോൾ 4K പ്രൊജക്ടർ വരുമ്പോൾ ചിലപ്പോൾ ഒരു ടാനേക്കാളൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും. അത് വാടക തിയേറ്ററുകാരും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ
പ്രിന്റ് അവിടെ എത്തിച്ചു കൊടുക്കുന്ന ചാർജാണ് VPF. അത് പ്രൊഡ്യൂസറാണ് കൊടുക്കേണ്ടത്. അതും കൂടെ തിയേറ്ററുകാരുടെ തലയിൽ വെച്ച് കെട്ടാനാണ് ഇപ്പോഴത്തെ ശ്രമം. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അതിപ്പോൾ അവരല്ല കൊടുക്കുന്നത്, ഇപ്പോഴും കൊടുക്കുന്നവരാ. പക്ഷേ അത് ക്രമേണ കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തിയേറ്റർ ഉടമകളോ അല്ല, തിയേറ്റർ ഉടമകളെ കൊണ്ട് കൊടുപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനാണ് ഈ പ്രൊഡ്യൂസർ കണ്ടന്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ സമരം മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും 23-ാം തീയതി വരെ സമരമല്ല, പ്രതിഷേധം മുന്നോട്ട് പോകും. നിലവിൽ ഓടുന്ന സിനിമകൾ ഓടും, പുതിയ മലയാള സിനിമ ഓടില്ല. നിലവിലുള്ള സിനിമകൾ ഓടും, പുതിയ മലയാള സിനിമകൾ ഓടും. ഏത് നമ്മുടെ ഈ പൂട്ടിക്കിടക്കുന്ന തിയേറ്ററുകളിൽ കൂടെ സിനിമ കൊടുക്കാം എന്ന് അവർ സമ്മതിക്കുന്ന ഏത് പ്രൊഡ്യൂസറുടെയും സിനിമ ഓടും. ഇപ്പം ഈ 25-ാം തീയതി ഒരു പടമുണ്ട്. അവർ പറയാം ഞങ്ങൾക്ക് ഈ പ്രശ്നമൊന്നുമില്ല, നമുക്ക് പ്രൊഡ്യൂസർ കണ്ടന്റോ ഇല്ലേ വേറെ കണ്ടന്റോ പ്രശ്നമില്ല, അവരുടെ ഉള്ള പ്രൊജക്ടറിൽ ആ കണ്ടന്റ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, സിനിമ ഓടും. അതാണ് ചോദിച്ചത്. അപ്പോൾ ഒരു നിർമ്മാതാവ് ആ ഇപ്പം അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞ തിയേറ്ററിലും കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഓടിക്കും. നമുക്ക് സിനിമ ഓടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ ഇന്ന സിനിമ ബ്ലോക്ക് ചെയ്യണമെന്നോ ഇന്ന പ്രൊഡ്യൂസറുടെ സിനിമ ബ്ലോക്ക് ചെയ്യണമെന്നോ ഞങ്ങൾക്ക് ഒരു ഉദ്ദേശവുമില്ല. പ്രദർശന സജ്ജമായി കിടക്കുന്ന ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ തിയേറ്ററുകളിൽ പ്രൊജക്ടർ ഏതാണെന്ന് നോക്കാതെ, കണ്ടന്റ് ഏതാണെന്ന് നോക്കാതെ സിനിമ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെ സമരമില്ല, ഒന്നുമില്ല. ഏത് പ്രൊഡ്യൂസറുടെ സിനിമ ഞങ്ങൾ ഓടിക്കും. അത്തരം സിനിമ ഓടിക്കാൻ തീരുമാനമുണ്ട്. ഇപ്പൊ സിയാദ് ഖാൻ ഇപ്പം നമ്മളെ വിളിച്ച് പറയാം, ഞാൻ അവിടെ സിനിമ കൊടുക്കാൻ, ഞങ്ങൾ ധൈര്യമായിട്ട് പറയും സിനിമ ഇട്ട് നമ്മൾ ഓടിക്കാന്ന് പറയും. അതിനൊന്നും ഒരു വിഷയമില്ല. ഇപ്പം ജില്ലാതോലും മീറ്റിംഗ് നടക്കുമല്ലേ, ജനറൽ ബോഡി എന്നത്തേക്കാണ്? അല്ല, ജനറൽ ബോഡി ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഇപ്പം ജില്ലാതല മീറ്റിംഗ് ഒന്നും ജനറൽ ബോഡി ഒന്നും ഉള്ളതില്ല. നമ്മൾ നിരന്തരമായിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണുന്നിടം വരെ ഇങ്ങനെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആവശ്യമുള്ളപ്പോഴൊക്കെ അലിയെ വിളിക്കുകയും ചെയ്യും. ഞാൻ വരുമല്ലോ. നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൽ ഒരാളാണ് അലി മുഹമ്മദ്. അപ്പോൾ ഈ 6 പേരാണ് ഈ പ്രശ്നക്കാർ നിർമ്മാതാക്കളുടെ സംഘടനയിൽ, ഈ കമ്പനി. അല്ല, പ്രശ്നക്കാരെന്ന് ഞാൻ പറയുന്നില്ല, കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. അതെ, 6 പേരുടെ പേരിലാണ് കമ്പനി. നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ ഇത് ആരാണ് ഈ കമ്പനി, ഇല്ല ഏതാണ് കമ്പനി എന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചൂടെ? അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇല്ല, പേര് പറയുന്നത് ബുദ്ധിയായിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, ലിസ്റ്റ് അറിയാലോ. എന്നേക്കാൾ കൂടുതൽ ആ പേരുകൾ നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ചും ഹൈദരാലിക്ക് അറിയാം. ഒന്ന് പറ. പക്ഷേ ഹൈദരാലിക്ക് അറിയാം. അറിയത്തില്ല എന്ന് ഹൈദരാലി പറയട്ടെ. സംഘടനാപരമായി പറയണല്ലോ. സംഘടനാപരമായ ഇത് ഈ വ്യക്തിപരമായുള്ള പരാമർശങ്ങൾ കഴിവതും ഞാൻ നടത്താറില്ല. എന്നെ പറ്റി ഒരുപാട് വ്യക്തി പരാമർശങ്ങൾ നടത്താറുണ്ട്, പക്ഷേ ഞാനത് പറയാറില്ല. കാര്യം നാളെ ആയാലും നമുക്ക് ഇവരെ കണ്ട ഒരു ഹലോ എങ്കിലും പറയാം. വ്യക്തി പരാമർശങ്ങളും നമ്മുടെ ഇതുമായിട്ട് കൂട്ടിക്കഴിക്കാറില്ല ഞാൻ. ആരെ എന്തൊക്കെ തന്നെ അല്ല, അത് കമ്പനിയല്ല, അത് 6 വ്യക്തികളുടെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനം. അല്ല, അത് ആർക്കും സംശയമില്ല. ആ സംഘടനയുള്ള എല്ലാവർക്കും അറിയാം ഇത് ആരൊക്കെയായി 6 പേരെന്ന്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ അറിയാം. ഇപ്പം അവരുമായിട്ട് നമ്മളുമായിട്ടൊക്കെ അടുത്ത് സഹകരിക്കുന്ന ഹൈദരാലിക്ക് അറിയാം ഇത് 6 പേരാരാം. അങ്ങനെ എല്ലാവർക്കും അറിയാം 6 പേരാരാം. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഹൈദരാലിക്ക് ചോദിച്ചു നോക്കും ആരായി 6 പേരെന്ന്. അല്ല, കിളി പറയുന്നതൊക്കെ പറഞ്ഞു. അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞ അവർ കമ്പനി ആണോ എന്ന് അറിയില്ല, അവരുടെ സ്വന്തമാണോ എന്ന് അറിയില്ല എന്ന് പറയാനാ പറഞ്ഞത്. ഞങ്ങൾക്കറിയാം ഇത് എന്താണ്. ഞങ്ങളുടെ പൂർണ്ണമായിട്ട് എല്ലാ രേഖകളും ഉണ്ട്. വിജയേട്ടാ, ഇതിനു മുമ്പും ഈ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പും ഇത് ചർച്ച നടന്നതാണ് അല്ലേ? അല്ല, എല്ലാം തീരുമാനിക്കപ്പെട്ടാണ് ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ടത്. അപ്പോൾ 100% ഞങ്ങളോട് പറഞ്ഞതാണ് എക്സിസ്റ്റിംഗ് തിയേറ്ററുകാരെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് പറഞ്ഞിരുന്നായിരുന്നു അല്ലേ? 100% പറഞ്ഞു. എഗ്രിമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാക്കാൽ എല്ലാം വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതെല്ലാം ഈ ആക്ച്വലി കണ്ടന്റ് മാസ്റ്ററിംഗ് എന്ന് പറയുന്ന പ്രോജക്ട് കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതും അതുമായിട്ട് ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു വ്യക്തി ഞാനാണ്. അതിന്റെ വലിയ ഇനാഗ്രേഷൻ വരെ നടന്നതാണല്ലോ അവിടെ അല്ലേ? കേരള ഫിലിം ചേംബറിന്റെ പ്രസിഡന്റാണ്. വലിയ ഇനാഗ്രേഷൻ നടന്നു. താങ്കൾ വരെ പങ്കെടുത്ത ഇനാഗ്രേഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും അത് എന്റെ മെമ്പേഴ്സിന് തന്നെ, തിയേറ്റർ മെമ്പേഴ്സിന് തന്നെ ഒരു പാരയായി മാറുമെന്ന് ഞാൻ കരുതിയില്ല. ഈവൻ അത് തുടങ്ങാനുള്ള ഫണ്ട് റിലീസ് ചെയ്ത് കൊടുത്തത് തന്നെ ഞാൻ ചേംബർ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്. ഈ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് തുടങ്ങാനുള്ള ഫണ്ട് അവർക്ക് കുറച്ച് ലോണായിട്ട് കൊടുത്തത് തന്നെ ഞാൻ കേരള ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഫിലിം ചേംബറിൽ നിന്നാണ്. പക്ഷേ അത് എനിക്കിട്ട് തന്നെ താങ്ങ് വരുമെന്ന് ഞാൻ വിചാരിച്ചതില്ല, എൻ്റെ മെമ്പേഴ്സിന് തന്നെ. പിന്നെ അവരും വിചാരിച്ചു കാണത്തില്ല ഞാനും ഈ ഫിയോക്കിൻ്റെ പ്രസിഡന്റായിട്ടൊക്കെ വരുമെന്ന്. അതായിരിക്കും നല്ല കാര്യം.